ലാറ്ററൽ എൻട്രി. കഴിഞ്ഞ ആഴ്ച 10 ജോയിന്റ് സെക്രട്ടറിമാരെയും 35 ഡയറക്ടർമാരെയും ഡെപ്യൂട്ടി സെക്രട്ടറിമാരെയും അടക്കം 45 ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാൻ തീരുമാനിക്കുകയും ഇതിനെ തുടർന്ന് വൻതോതിൽ വിമർശനവും എതിർപ്പും ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റ് പിൻവലിക്കുകയും ഉണ്ടായി. അതായത് ഒരു ജോയിന്റ് സെക്രട്ടറി ആവാൻ 16 വർഷമെങ്കിലും സർക്കാർ സർവീസ് വേണം, 12 വർഷം എക്സ്പീരിയൻസ് വേണം ഡയറക്ടർ ആവാൻ, ഡെപ്യൂട്ടി സെക്രട്ടറി ആവാൻ 9 വർഷത്തെ സർവീസും വേണം. ഇതൊന്നുമില്ലാതെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒരു റെസ്യൂമെ ലഭിക്കുമ്പോൾ അതുവഴി ഒരാളെ റിക്രൂട്ട് ചെയ്യുകയാണ് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾ ചെയ്യുന്നത്. ലാറ്ററൽ എൻട്രി വഴി വരുന്നവർക്ക് ലോകത്തെ ഏറ്റവും കടുപ്പമേറിയ സിവിൽ സർവീസ് പരീക്ഷ എഴുതേണ്ടി വരുന്നില്ല. പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫിൽ തട്ടി വീഴുകയോ 2000 മാർക്കിന്റെ മെയിൻസ് പരീക്ഷയുടെയോ പേഴ്സണൽ ടെസ്റ്റുകളുടെയോ അഗ്നി പരീക്ഷ കടക്കുകയോ വേണ്ട എന്നതാണ് ഇതിലെ ഒരു ഗുണപരമായ കാര്യം. കേന്ദ്ര സർക്കാരിന് തങ്ങളുടെ ആവശ്യാനുസരണം അവർക്ക് താല്പര്യമുള്ള ആളുകളെ കേന്ദ്ര സർവീസിൽ തിരികെ കയറ്റാനും സാധിക്കും. സംവരണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ ലംഘനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഭരണഘടനാപരമായി 15% സംവരണം പട്ടികജാതിക്കാർക്ക് അർഹതപ്പെട്ടതാണ്. 7.5% സംവരണം പട്ടികവർഗക്കാർക്കും 27% സംവരണം മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കുമൊക്കെ അർഹതപ്പെട്ടതാണ്. ഈ അവശ വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട അവസരങ്ങളിൽ നിന്നുമാണ് സർക്കാർ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ഡയറക്ടർ സ്ഥാനത്തേക്കും ഒക്കെ എവിടുന്നെങ്കിലും ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത്. ഈ പൊസിഷനിൽ ഉൾപ്പെടെ എല്ലാ പദവിയിലും സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം പാടുള്ളൂ എന്ന വ്യവസ്ഥ നിലവിലുണ്ടായിട്ടാണ് ഈ അട്ടിമറിക്ക് ശ്രമം നടക്കുന്നത്. 45 ഉന്നത പദവി അത്ര ചെറിയ കാര്യമൊന്നുമല്ല. 45 450 ആകാനും 450 4500 ആകാനും അധികം സമയമൊന്നും വേണ്ട. 2018 എല്ലാ വിയോജിപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിൽ മോദി സർക്കാർ ലാറ്ററൽ എൻട്രി നടപ്പിലാക്കുകയുണ്ടായി. സിവിൽ സർവീസിന് പുറത്തു നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും ആളുകളെ തിരികെ കയറ്റി. അന്ന് മുതൽ 68 ആളുകളെയാണ് ഉന്നത പദവിയിൽ സർക്കാർ ഈ വഴി എത്തിച്ചത്. ഇതിൽ ജോയിന്റ് സെക്രട്ടറിമാരും ഡയറക്ടർമാരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്ത് നിന്നുൾപ്പെടെ എന്തിന് BJPയുടെ സഖ്യകക്ഷികളായ JDU LGP ഉൾപ്പെടെ വൻതോതിൽ വിമർശനങ്ങൾ ഉയർത്തുകയുണ്ടായത്. ഒടുക്കം കേന്ദ്ര പേഴ്സണൽ ട്രെയിനിങ് കാര്യ വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗിന് UPSCക്ക് പരസ്യം പിൻവലിക്കാൻ കത്തയക്കേണ്ടി വന്നു. സർക്കാർ മുട്ടുമടക്കി എന്നൊന്നും പറയാൻ കഴിയില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇനിയും കൊണ്ടുവരും. കാവ്യവത്കരണം അജണ്ടയാകുമ്പോൾ അതെങ്ങനെയും സർക്കാർ സർവീസിലും അവർ എത്തിക്കും. അതിൽ സംശയമൊന്നുമില്ല.